എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ന്യൂ ഇയറിൻ്റെ അന്ന് വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറിക്ക് ചൂടായത് കാരണം അത് വണ്ടിയിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ചാക്കൊക്കെ മടക്കിയിട്ട് എടുത്ത് വെക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് ന്യൂ ഇയറിന് ഒരു പുറത്ത് പോയി ന്യൂ ഇയറിൻ്റെ ആ പടക്കം പൊട്ടുന്നതും അതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് കേട്ടോ. പക്ഷേ വാഗമണ്ണിൽ ഇങ്ങനെ ഇത്രയും ഒരു അരങ്ങും ബഹളമൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ കുറച്ച് പേരൊക്കെ ആദ്യമേ പോയി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളാണ് കേട്ടോ പോയി എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് അവർക്ക് അവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, ഒരു കഫേ ഉണ്ട്. അവിടോട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നടന്നു പോയി. അവിടെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ഒരുപാട് തിരക്കുകളൊക്കെ കേട്ടോ നിങ്ങളീ കാണുന്നത്. ഞങ്ങളപ്പോൾ ഒരു സൈഡ് ചേർന്ന് മാറി അങ്ങനെ നിൽക്കുവാണ്. നിന്ന് ഭയങ്കര കാറ്റായിരുന്നു അന്ന്. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ആ തിരക്കൊക്കെ മാറിയപ്പോഴത്തേനും ഞങ്ങളവിടെ അതിനകത്ത് കയറി ഇരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റുമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഒരു പടക്കത്തിൻ്റെ തീ ഇങ്ങനെ വന്ന് താഴെ വീഴുകയും അവിടെ അങ്ങോട്ട് തീപിടുത്തം ഉണ്ടായി. മൊത്തം തീയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫയർഫോഴ്സുകാർ വന്ന് വെള്ളം ഒഴിച്ച് അത് നിറയ്ക്കാൻ നോക്കിയിട്ട് നിറയുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് ഒരെണ്ണം കൂടി വന്നാണ് ഈ തീയൊക്കെ നിറച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സമയം അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നേച്ചു. ആ തീപിടുത്തമൊക്കെ ഉണ്ടായപ്പോൾ ആകെ അതിൻ്റെ ആ സന്തോഷമൊക്കെ പോയി. അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.